എടക്കരന്നോ? ഈ എടക്കരന്നാണ് ഇങ്ങോട്ട് മീൻ വരുന്നത്, കണ്ടില്ലേ? രാജീവ് ഗാന്ധിന്റെ മോനാണ്. ഞങ്ങളൊരു പ്രാർത്ഥിച്ചതും രാജീവ് ഗാന്ധിന്റെ മോനാണ്. അത്തൂര് വിശ്വനാണ്. ഏറ്റവും ഞങ്ങളൊരു കോൺഗ്രസിന്റെ ഒരു ആളാണ്. ഇവിടുത്തെ ആളുകൾ എന്നെ കണ്ടപ്പോൾ ശരിയാവുന്ന വീഡിയോ വഴി ഒന്ന് പ്രചരിപ്പിക്കാൻ പറഞ്ഞിട്ട് സോ ഇന്നത്തെ നമ്മളുടെ യാത്ര പുളിയമ്പാറ എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇതും ആരും കാണാത്തൊരു സ്ഥലമാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു കാർഷിക ഗ്രാമമാണ് പുളിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. എൻ്റെ ഒരു ഭാഗം ഫോറസ്റ്റാണ്. പക്ഷേ ആ ഫോറസ്റ്റിൻ്റെ അതിർത്തി വരെ ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഗ്രാമങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ വീടും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൃഷിയും പിന്നെ ആ ഗ്രാമത്തിൻ്റെതായ തനതായ കുറച്ച് അവിടുത്തെ ആളുകളുടെ സൗകര്യാർത്ഥം ഉള്ള ചില സ്കൂള് അങ്ങനത്തെ ഉള്ള പൊതുസ്ഥാപനങ്ങൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു കൊച്ചു ഗ്രാമം. അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. നമ്മൾ പോകുന്നത് നമ്മുടെ നാനോലാണ് നമ്മൾ പോകുന്നത്. സമയം ഏകദേശം 1:30 കഴിഞ്ഞു. ഉച്ച സമയമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ്. രാവിലെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ രാവിലെ ഇറങ്ങി നമുക്ക് കുറേ കൊറിയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെച്ച് നമ്മൾ പോയി അയച്ച് എല്ലാം സെറ്റായി വരുമ്പോഴത്തേക്ക് എന്തായാലും ഈ സമയമാവും. അപ്പോൾ ഇന്ന് കുറച്ച് അയക്കാനുള്ളതുകൊണ്ട് നമ്മൾ പോയിരുന്നത്. അതിൻ്റെ ശേഷം ഇപ്പോൾ കുറച്ച് ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് അയക്കാൻ പറ്റില്ല. ആക്കി ഇനി നാളെ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പുളിയമ്പാറ എന്നുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ബിസിനസ്സിനെ ഒന്നും കൂടെ ഞാൻ പരിചയപ്പെടുത്തണം. നമ്മുടെ തേയിലപ്പൊടി, അതുപോലെ തന്നെ ഏലം, കുരുമുളക്, കാപ്പി, ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള നീലഗിരി വർക്കി, അതായത് ഊട്ടി വർക്കിയൊക്കെ ആവശ്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. കുറേ പേര് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അറിയിക്കണം. പിന്നെ ഞാൻ ഇവിടുന്നുള്ള പ്രോഡക്ട്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് അന്വേഷിച്ചൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് നമ്മളത് വാങ്ങിച്ചിട്ട് കൊറിയർ അയക്കുന്നത്. ഇനി അതിലെന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ, ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നല്ല സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ട് കൂടുതൽ നല്ല പ്രോഡക്റ്റുകൾ അവിടെ കിട്ടുന്നൊക്കെ അന്വേഷിച്ച് പോകണമെങ്കിൽ അവിടെ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ അയക്കുന്നത്. അപ്പോൾ ബിസിനസ്സിനെ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നീലഗിരി ഗ്രാമങ്ങൾ മാത്രമല്ല ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മളിനി പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു യൂട്യൂബ് റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ളൊരു യാത്ര നമുക്ക് അസാധ്യമാണ്. അതിന് മാത്രമുള്ളൊരു റവന്യൂ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ ബിസിനസ്സുകൾ ഇതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമേ നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബിസിനസ്സിനെ എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമ്മുടെ യാത്രകൾ പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാൻ പറ്റും. കൂടുതൽ ഗ്രാമങ്ങൾ കാഴ്ചകൾ നമുക്ക് കാണാം. കൂടുതൽ സ്ഥലങ്ങൾ ആരും കാണാത്ത ഇന്റീരിയർ പ്ലേസുകളെല്ലാം ഞാൻ അന്വേഷിച്ച് പോവും. കർണാടകത്തിലേക്കായാലും ശരി, തമിഴ്നാട് ഇന്റീരിയർ ഭാഗങ്ങളിലേക്കായാലും ശരി, ഈവൻ വയനാട്ടിലെ തന്നെ നമ്മൾ ഒരുപാട് കാണാത്ത സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ട്രാവൽ വീഡിയോ എന്നുള്ള സ്ഥിതിക്ക് എന്നോടൊരു എക്സ്പെൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ രീതിയിലെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അത് നമ്മളിപ്പോൾ പുളിയമ്പാറ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമത്തിലേക്ക് കടന്നു. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമീണ കാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. പരിസരത്തൊക്കെ ഒരുപാട് കൃഷിയുണ്ട്. പിന്നെ ഇവിടെ വീടുകളും ചെറിയ അങ്ങാടിയൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇപ്പോൾ നമ്മൾ പോകണം. ഇവിടെ പുഴ ഒഴുകുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സൈഡാക്കിയിട്ട് ഇവിടെ തന്നെ അങ്ങ് തുടങ്ങാം. ഇവിടുത്തെ സ്കൂളാണിത്. ഇവിടെ നമുക്ക് സൈഡാക്കാം. സ്കൂളിൽ നിന്ന് തുടങ്ങാം നമുക്ക്. അപ്പോൾ നമ്മൾ പുളിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വില്ലേജിൽ നമ്മൾ എത്തി. ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്. വണ്ടി നമ്മൾ സ്കൂളിൻ്റെ അവിടെ നിർത്താൻ വെച്ചപ്പോൾ അവിടെ സ്ഥലമല്ല. ഇവിടെ ഒരു പള്ളിയുണ്ട്, ജുമാ മസ്ജിദാണ്. അതിൻ്റെ തൊട്ട് മുമ്പിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു പള്ളിയാണ് ഉണ്ടായിരുന്നത് കുറേ മുമ്പ്. പിന്നീട് ഇതിപ്പോൾ പുതുക്കി പണിതാണ്. ഒരു വർഷം കണ്ടായിട്ടുണ്ടാവുള്ളൂ ഈ ഒരു പുതിയ പള്ളി പണിതിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പള്ളിയാണ്. ഇവിടെ പരിസരത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മുമ്പോട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചങ്ങോട്ട് നടന്ന് സ്കൂളിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല. അവിടെ ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണാം. അതേപോലത്തെ ചെറിയൊരു കൊച്ചു ഗ്രാമത്തിലുള്ള ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു പ്രൈമറി സ്കൂളാണ്. നമുക്ക് ആദ്യം അതൊന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പുളിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് പോകാം. ഞാൻ എവിടെ പോയാലും പട്ടികൾ എന്നെ പിന്തുടരും. ഇവിടെ വന്നപ്പോഴും അതിനൊരു മാറ്റമല്ല. ഇതിപ്പോൾ കുറേ നേരമായി ഞാൻ അവിടെ നിന്ന് സ്കൂളിൻ്റെ അകത്ത് കയറാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഇത് രണ്ടും അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം
ഞാൻ അവിടുന്ന് പതുക്കെ ഇങ്ങോട്ട് മുമ്പോട്ട് നടന്നതാണ്, വലിയ മൈൻഡ് ചെയ്യാത്ത പോലെ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സ്കൂള് ആ ഭാഗത്താണുള്ളത്. ഞാൻ അതിൻ്റെ ഉമ്മറത്ത് നിൽക്കുന്ന സമയത്ത്, അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇത് രണ്ടും ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അവിടുന്ന് പതുക്കെ ഇങ്ങോട്ട് നീങ്ങിയതാണ്. ഇവിടെ കൃഷിയാണ് കേട്ടോ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഉപജീവന മാർഗ്ഗം. ഇവിടെ എല്ലാ ആളുകളും കൃഷിയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇവിടെ തേയില എസ്റ്റേറ്റുകളോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല. ഈ കവുങ്ങൊക്കെ കണ്ടില്ലേ, കവുങ്ങുണ്ട്. സ്കൂൾ കട്ടർ അതിൻ്റെ തൊട്ട് പുറകിലാണ്. ഇവിടെ ഒരു ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ സ്വന്തം, അതായത് നമ്മുടെ എസ്റ്റേറ്റ് ഒന്നും അല്ലാത്ത ഓരോ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിലൊക്കെ അവർ തേയിലയും മറ്റൊക്കെ ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് കുറച്ച് തേയിലത്തോട്ടങ്ങളാണ്. ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ചെറിയൊരു തേയിലത്തോട്ടമാണ്. മഴക്കാലത്ത് നല്ല വെള്ളം പോകുന്ന സ്ഥലമാണ് ഇവിടെ. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് പോയി നോക്കാം. സ്കൂൾ ഭയങ്കര ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കാരണം ഒരുപാട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഗംഭീര പരിപാടിയൊക്കെ സ്കൂളിൽ നടന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നത്. ഒരു സ്കൂളിനൊരു നാഗരികത ഉണ്ട്, ഒരു നഗരത്തിലുള്ള ഒരു സ്കൂളിൻ്റെ പോലെയാണ്. ഇതിൻ്റെ കവാടങ്ങളൊക്കെ കണ്ടില്ലേ. PUP സ്കൂളാണ്, പഞ്ചായത്ത് യൂണിയൻ സ്കൂളാണ്, പബ്ലിക് സ്കൂളാണ്. ഇതിനുള്ളിൽ കയറിയിട്ട് പെർമിഷൻ ചോദിച്ചു നോക്കാം ആദ്യം നമുക്ക്. അതിൻ്റെ ഊറാക്ഷി ഒൻറിയ തുവക്കപ്പള്ളി പുളിയംപാറ PUP സ്കൂൾ പുളിയംപാറ, പള്ളി നുഴൈവ് വായിൽ, SMC PTA 2023 പണി തീർത്തിട്ടുള്ളതാണ്. ജസ്റ്റ് 5th സ്റ്റാൻഡേർഡ് വരെയൊക്കെയുള്ളൊരു ചെറിയൊരു PUM സ്കൂൾ എന്ന് പറയുന്നത്. നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ആഗസ്റ്റ് 15 ഡെക്കറേറ്റ് ചെയ്തതാണ് ഈ കാണുന്നതൊക്കെ. ഒരുപാട് പൊടിയും തോരണങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു ഓഡിറ്റോറിയം ഒക്കെ കണ്ടില്ലേ. ഞാൻ അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്കൂളുണ്ട്. ഇത് ഗവൺമെൻറ് സ്കൂളാണ്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണത്. അതാണ് ഊറക്ഷി തോക്കപ്പള്ളി. അഞ്ചാം ക്ലാസ് വരെ ഉള്ളൂ. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഹെഡ് മിസ്ട്രസിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എടുത്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡിസ്റ്റർബൻസ് ഒന്നും ചെയ്യണമെന്നാണ്. കാരണം അവരെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂച്ചട്ടികളൊക്കെ എല്ലാ സ്ഥലത്തും തൂക്കിയിട്ടുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതിന് അനുബന്ധമായിട്ട് ഒരു അങ്കണവാടി ഉണ്ടല്ലേ. അപ്പോൾ കുട്ടികൾ, ചെറിയ മക്കൾ, അതായത് ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള, പിന്നെ ഇപ്പുറത്ത് ഇങ്ങോട്ട് 1st സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് സ്കൂളിലേക്ക് ഇങ്ങോട്ട് മാറും. നല്ല അടിപൊളി. നമുക്ക് പുറത്തിറങ്ങാം. അപ്പോൾ നമ്മളിനി പോകുന്നത് പുളിയംപാറൻ്റെ പ്രധാന ഹൃദയഭാഗത്തേക്കാണ്. ഇവിടെ കണ്ടില്ലേ വീടുകൾ, പഴയ കാലത്തെ വീടുകൾ പോലെയാണ് ഇവിടെ ഉള്ളത്. ഓടിൻ്റെ റൂഫിംഗ് ഒക്കെ ഉള്ള ചെറിയ വീടുകൾ. സുഹൃത്തുക്കൾ, ഇതാണ് നമ്മുടെ പുളിയംപാറ അങ്ങാടി എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ജംഗ്ഷന് തന്നെ ഒരു 3-4 കടകൾ, മീൻസ് പലചരക്ക് കടകൾ, പിന്നെ 2-3 ചായക്കടകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് ഈ ജംഗ്ഷനിൽ 2-3 റോഡ് തിരിഞ്ഞു പോകുന്നുണ്ട്. അതായത് ഇവിടേക്ക് 2 റോഡ് പോകുന്നുണ്ട്. അതിന് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടുന്ന് ഒരു റോഡ് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ
വന്നൊരു റോഡുണ്ട്. ഇതെല്ലാം കൂടുന്ന ഒരു ജംഗ്ഷനാണ് ഈ പുളിയമ്പാറ മെയിൻ അങ്ങാടി. ഇവിടുന്ന് ഏത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും ഈ റോഡ് അവസാനിക്കുന്നതിൻ്റെ അറ്റത്ത് ഒരു ട്രൈബൽ കോളനിയാണ് ഉണ്ടാവുക എല്ലാ സ്ഥലത്തും. ഇതുവഴിക്ക് പോയാലും കോളനി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഈ വഴിക്ക് പോയാലും കോളനി ഉണ്ട്, കോഴിക്കൊല്ലി. ഓക്കെ. ഇവിടുത്തെ പ്രധാന ഗതാഗത മാർഗ്ഗം ഓട്ടോറിക്ഷയാണ്. ഇവിടുന്ന് ഓട്ടോറിക്ഷയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് വേറെ ബസ്സൊന്നുമില്ല, ഒരു ബസ് മാത്രമുണ്ട്, പ്രൈവറ്റ് ബസ്. അത് രാവിലെ ഒരു ട്രിപ്പ് വരും, വൈകിട്ടൊരു ട്രിപ്പ് വരും. അത് സ്കൂൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സർവീസാണ്, രാവിലെയും വൈകുന്നേരം മാത്രം. ஸ்கூல்ல கொண்டு வந்தவரே அந்த ஹைஸ்கூல்ல கொண்டு வந்ததே இவர்தான். இந்த ரோடை மட்டும் ஒன்று கொஞ்சம் நல்லா பண்ணி கொடுங்க, யாராவது பார்க்கட்டும். സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ റോഡ് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആളുകൾ. അപ്പോൾ റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ ഈ റോഡൊന്ന് അതിലൊന്ന് വീഡിയോ എടുത്ത് ഇടണം, ഇവിടുത്തെ അവസ്ഥ അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ നിർബന്ധിച്ച് ഇപ്പോൾ ഇവിടുത്തെ റോഡ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. வண்டி போக முடியாது, குழந்தைங்கலாம் ரோட்டில் ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്, ഭയങ്കര പരിതാപകരമാണ്. സ്കൂൾ കുട്ടികൾ പോകുന്ന വഴിയാണ്, പക്ഷെ എല്ലാം പൊളിഞ്ഞ് തകർന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ് ഇവർ. இந்த சைடு இப்படி போனால் ஸ்கூல் இருக்கா? ஆமாம் சார், இது ஹை ஸ்கூல் சார். எந்த ஹை ஸ்கூல் இது? என்ன ஹை ஸ்கூல்? புளியம்பாறை ஹை ஸ்கூல் இருக்கா? ஆமாம் சார், +2 வரைக்கும் வரப்போகுது சார். இப்போ 10th வரை இருக்கு. இப்போ 10th വரைക്കും ഇருக்கு ഹൈ സ്കൂൾ. ഇനി എവിടെ +2 വരെ സെക്കൻഡറി. ഇവിടെ 10 വരെയുള്ള സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. പഠിക്കറാങ്ങല്ല. റൈറ്റ്. ഞാനിവിടെ ഒരു പ്രൈമറി സ്കൂൾ മാത്രമേ ഉള്ളൂ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പുളിയമ്പാറിലൊരു ഹൈസ്കൂളുണ്ട്. ഇത് സെൻറ്റം റിസൾട്ടൊക്കെ മേടിച്ചിട്ടുള്ളതാണ് അത്ര ഈ സ്കൂള്. അപ്പോൾ ഇവരെന്നെ ഇവിടുന്ന് കാണിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമായിട്ട് താഴേക്കാണ് ആ ടൗണിലുള്ളത്, നമ്മുടെ പുളിയമ്പാറ ജംഗ്ഷനുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓട്ടോറിക്ഷ ഒന്നും കയറി വരാൻ പറ്റാത്ത അവസ്ഥയാണ്, റോഡ് മൊത്തം തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ വീഡിയോയിൽ കാണിക്ക് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതാണ്. ഇവിടെ വലിയൊരു കെട്ടിടമൊക്കെ ആയിട്ടുള്ളൊരു വലിയൊരു സ്കൂൾ തന്നെയാണ് ഉള്ളത്. ഈ സ്കൂളിൽ നല്ല സ്ട്രെങ്ത് ഉണ്ട് കേട്ടോ. പുളിയമ്പാറിൽ ഇങ്ങനെ ഒരു സ്കൂളിൽ ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. കാരണം ഇവിടെ 800-ൽ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത് ഈ സ്കൂളിൽ. കുട്ടികൾ പഠിക്കുന്ന വലിയൊരു സ്കൂളാണ്, അത്യാവശ്യം വലിയ സ്കൂളാണ്, ഹൈസ്കൂൾ അല്ലല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇവിടെ പുളിയമ്പാറയിൽ ഈ സ്കൂൾ ഒരു 6 വർഷമായിട്ടാണ് അത്ര ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളത്. നല്ല സ്ട്രെങ്ത്തും ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ സെൻറ്റം റിസൾട്ട് അടിച്ചിട്ടുള്ള സ്കൂളാണ്, വളരെ ശ്രദ്ധ നേടിയൊരു സ്കൂളാണ്. പക്ഷെ അങ്ങോട്ടേക്കുള്ള റോഡിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആളുകൾ എന്നെ കണ്ടപ്പോൾ ശരിയാവുന്ന വീഡിയോ വഴി ഒന്ന് പ്രചരിപ്പിക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ അവസ്ഥ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ട് മുകളിലേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി സ്കൂളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ താഴേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ നമ്മൾ ഈ റോഡാണിത്. ഈ റോഡിൻ്റെ അവസ്ഥ ചില ഭാഗങ്ങളൊക്കെ പാടെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾക്ക് ഓട്ടോറിക്ഷയിലും മറ്റൊക്കെ കയറ്റി വിടുന്ന സമയത്ത് ഇവിടെ ഓട്ടോറിക്ഷയൊക്കെ മറിയാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മളോട് ഇതിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പുളിയമ്പാറ ജംഗ്ഷനിൽ നമ്മൾ ഈ തിരിഞ്ഞു പോകുന്ന എല്ലാ റോഡുകളും എല്ലാം ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലുള്ള ഓരോ ഗ്രാമങ്ങളിൽ, അതായത് ഓരോ ട്രൈബൽ വില്ലേജുകളിൽ ചെന്നിട്ട് അവസാനിക്കും. അപ്പോൾ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പണിയ വിഭാഗത്തിൻ്റെ ഒരു കോളനി ഉണ്ട്. പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ്, അവിടെ ഇഷ്ടംപോലെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ വന്ന റൂട്ടിലൊരു കോളനി ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പുറത്തെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാപ്പിക്കാട് എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട്. അത് ചോലനായ്ക്കര ഒരു നായ്ക്ക വിഭാഗക്കാരുടെ ഒരു കോളനിയാണ്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. മറ്റുള്ള 2 സ്ഥലങ്ങൾ സ്കിപ്പ് ചെയ്ത് നായ്ക്കർ താമസിക്കുന്ന ആ ഒരു ഏരിയക്ക് ഒന്ന് പോയി നോക്കാം.
എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ ഇവിടെ നല്ല ആക്റ്റീവ് ആവും. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ മടങ്ങി വരാം. ഇവിടെ ഇത് എവിടുന്ന് തന്നെ മീൻ എടക്കരന്നോ? ഈ എടക്കരന്നാണ് ഇങ്ങോട്ട് മീൻ വരുന്നത്, കണ്ടില്ലേ? എടക്കരന്ന് വന്ന മീനാണ്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഇവിടെ വന്ന മീൻ വണ്ടിയാണ്. മത്തി, കൊഞ്ച, ചെമ്മീൻ ഇതൊക്കെ ഉണ്ട്. എടക്കരത്തെ വണ്ടിയാട്ടാ. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ അവിടുന്ന് ഒരു ഇടവഴിയിലൂടെ കയറി. ഇവിടുത്തെ വീടുകളുണ്ടോ? കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. നമ്മളിതിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നായ്ക്കർ വിഭാഗം താമസിക്കുന്ന ആ ഒരു അവരുടെ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയ ഉണ്ട് ഫോറസ്റ്റിൻ്റെ ബോർഡറിലായിട്ട്. അതൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാനാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ജസ്റ്റ് 2-3 കിലോമീറ്റർ ഉണ്ട്, 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ചുറ്റുഭാഗം ഫോറസ്റ്റാണ്. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഓരം ചേർന്ന് 4 ദിക്കിലുമായിട്ട് നിരവധി ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയകളുണ്ട്. അപ്പോൾ ആ ഏരിയ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ പോകണം. ഇവിടെയൊക്കെ കണ്ട വീടുകൾ ഇങ്ങനെ ചെറിയൊരു സിമെൻറ്റ് പാതയാണ്, ചെറിയൊരു വഴി. പോയി നോക്കാം. ആളുകൾ നടന്നു പോകുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് 2 സൈഡിലും ഒരുപാട് കൃഷിയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളീ കാണുന്നതെല്ലാം വാഴക്കൃഷി നടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കുന്ന്, അതിൻ്റെ അപ്പുറത്ത് വലിയൊരു മലഞ്ചെരിവുണ്ട്, മലയുണ്ട്. ആ മലേൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഫോറസ്റ്റാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതന്നെ പോയ ഫോറസ്റ്റിൽ എത്തില്ല ചേട്ടാ? ഇപ്പം മുന്നിൽ തന്നെ പോയതിൻ്റെ ഫോറസ്റ്റാണ് അല്ലേ? ഇത് ഫോറസ്റ്റിൻ്റെ പിന്നെ തുടക്കമാണ് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളുണ്ട് 4 സൈഡും. ഈ പുളിയമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ അവിടെയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം പ്രധാനപ്പെട്ട കൃഷികളൊക്കെ നടത്തുന്നത്. ഇത് രാജഗോപാൽ ചേട്ടൻ അല്ലേ? രാജഗോപാൽ നല്ല പേര്. വീട് ഇത് തന്നെ പേര് തന്നെ. ഇവിടെ എന്തൊക്കെ പരിപാടികൾ ചെയ്യുന്നത്? കൃഷിപ്പണിയാണ് അല്ലേ? എന്താ കാര്യമായിട്ട് കൃഷി ചെയ്യണത്? വാഴയുണ്ട്, ഇഞ്ചിയുണ്ട്, കാപ്പി, ചായ. അതൊക്കെ തന്നെ അല്ലേ പ്രധാനപ്പെട്ട. പച്ചക്കറി എന്തൊക്കെ ചെയ്യുന്നത്? പയറ് പാവക്കൊക്കെ ചെയ്യും. പിന്നെ മെയിൻ കൃഷി അതല്ലേ. എന്നിട്ട് ഇത് എവിടെ കൊണ്ടുപോയി വിൽപ്പന ചെയ്യണം? കച്ചവടക്കാർക്ക് താഴെ നിന്ന് കേരളത്തിൽ നിന്ന് വരും, വണ്ടി വന്ന് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് പോകും അല്ലേ? ശരി ശരി. ഇവ വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങളുടെ ആന വരുന്നുണ്ട്, എർത്തിടും, ബാറ്ററി എർത്തിടും. ഓക്കെ. നഷ്ടം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? നഷ്ടം വന്നിക്കണ്. നമ്മള് വേറെ തൊഴിലില്ലല്ലോ, അപ്പൊ വീണ്ടും അതിലേക്ക് തന്നെ ഇറങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ തന്നെയാണ് വർഷങ്ങളായിട്ട് താമസിക്കുന്നത് അല്ലേ? വീട് ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അല്ലേ? ഓക്കെ. ഇവിടെ ഈ കാണുന്നത് രാജഗോപാലേട്ടൻ്റെ ഒരു കൃഷിയിടാണ്. ഈ കാണുന്ന മൊത്തം ഈ മുമ്പോട്ട് കാണുന്നതല്ല പുള്ളി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇത് ചൗച്ചൗ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് അതിന് വേണ്ടിയിട്ട് പന്തലൊക്കെ ഇട്ട് ഒരുക്കിയതാണ്. പിന്നീട് അത് അതിൻ്റെ സീസൺ കഴിഞ്ഞ സമയമായതുകൊണ്ട് പിന്നീട് അത് ഇട്ടിട്ടില്ല, അതിപ്പോൾ അങ്ങനെ വിട്ടിരിക്കുകയാണ്. അതിൽ ചൗച്ചൗവിൻ്റെ കൃഷി കഴിഞ്ഞിട്ട് അത് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം അങ്ങനെ വിട്ടതാണ്. ഇപ്പോൾ ഇനി മഴ സീസൺ കഴിഞ്ഞതോടുകൂടി ഇതിൻ്റെ പഴയ വള്ളികളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഇവിടെ ചൗച്ചൗ കൃഷി ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃഷികളിലൊന്ന് ഈ ചൗച്ചൗ കൃഷിയാണ്. പിന്നെ വേറെ കുറേ വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് ഇവിടുത്തെ കൃഷി സ്ഥലങ്ങൾ. ഇപ്പം നമുക്ക് പുറപ്പെടാം. അത് റോഡ് വീതി കുറഞ്ഞൊരു റോഡാണ്, 2 സൈഡും പിന്നെ കുഴിയാണ്, ഇതാണ് ചാലാണ്, അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ പോരാത്തിന് റോഡിൻ്റെ നടുക്ക് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. അതായത് ഇവിടെ റോഡ് വീതിയാക്കാൻ വേണ്ടി പുതിയ റോഡ് പാസ്സായി. പക്ഷേ ആ റോഡിൻ്റെ പരിധികൾ അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റ് തന്നെ നടുക്കാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് അവർക്ക് പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് മാറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് പൈസ എല്ലാം കൊടുത്തു എന്നും പറഞ്ഞു, പക്ഷേ അവരിതുവരെ മാറ്റിയിട്ടില്ല. പക്ഷേ ഇലക്ട്രിക് പോസ്റ്റ് ഇപ്പോഴും റോഡിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. അപ്പോൾ വണ്ടികൾ പോകണമെങ്കിൽ ആ സൈഡിലൂടെ ഒതുക്കി പോകണം, വലിയ വണ്ടികൾക്ക് പോകാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റിൽ ഇങ്ങോട്ടൊരു വണ്ടി വരാതിരുന്ന ഭാഗ്യം. വന്നു കഴിഞ്ഞാൽ ആകെ പെട്ടുപോകും. പിന്നെ ഒരു മീൻ വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളെ ഇടക്കരന്ന് വന്നെന്ന് പറഞ്ഞ മീൻ വണ്ടി മുകളിലേക്ക് പോയിട്ടുണ്ട്. അവർ കച്ചവടം മതിയാക്കി വരുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തണം, ഇല്ലെങ്കിൽ പണിയാ പാളും, റിവേഴ്സ് പോകേണ്ടി വരും.
ഇവിടെ അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരു വീട്ടുകാർക്ക് തന്നെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. 4 ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ഇവിടെ ഒക്കെ ഉള്ളത്. കണ്ടില്ലേ, ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടോ, കൊത്തൽ നടക്കുന്നു. ഫുള്ള് വാഴ കൃഷിയാണ് ഇവിടെ, കൂടുതലായിട്ടും വാഴയാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ വാഴയൊക്കെ വെട്ടിക്കഴിഞ്ഞു, ഉണ്ടാവാത്തേക്കൊക്കെ കൃഷിയാണ്. മുമ്പിൽ മലയിൽ കോട ഇറങ്ങി. അടിപൊളി സ്ഥലം. റോഡ് അവസാനിച്ചു. ചേച്ചി, കോളനി എന്ത് കോളനിയാ? കാപ്പിക്കാട് കോളനി മുന്നിക്ക് പോണോ അല്ലേ? ഓക്കെ. ഇതെന്താണ് അവിടെ കാണുന്നേ? അവിടെ എന്തൊരു കെട്ടിടം കാണുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ആള് പോയാ. ശരി, നമുക്ക് പോയി നോക്കാം. മുന്നോട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, സ്ഥലം നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. ഇങ്ങോട്ടേക്ക് പിന്നെ അങ്ങനെ അധികം ആരും പുറത്തുനിന്നൊന്നും വരാനൊന്നും സാധ്യത വളരെ അധികം കുറവാണ്. കാരണം ഒരൊറ്റ റോഡേ ഉള്ളത്, ഒരു കോളനി ചെന്നിട്ട് അവസാനിക്കും. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ കാണാം, കൃഷിയിടങ്ങൾ ഇങ്ങനെ കാണാം കേട്ടോ. നല്ല ഒരു റോഡും അതിൻ്റെ സൈഡിൽ മലയിൽ നിന്ന് വെള്ളം വരുന്നതെന്ന് തോന്നുന്നു. ചെറിയൊരു അരുവിയുണ്ട്, അതിങ്ങനെ അപ്പുറത്തൂടെ അങ്ങനെ ഒഴുകി അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൃഷി നടക്കുന്നുണ്ട്. കൃഷി മീൻസ് അവിടെ മഞ്ഞളോ ഇഞ്ചിയാന്ന് തോന്നുന്നു. അവിടെ വിളവ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പറ്റിയാക്കൊന്ന് ഒന്ന് കാണാം. ഇഞ്ചി പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ആളുകൾ. ഇവിടെയൊക്കെ ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ കമ്പിയും കുപ്പിയും എല്ലാം കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇതുണ്ടോ, എല്ലാം ഇഞ്ചി ഫ്രഷായിട്ട് പറിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിനി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് മണ്ണിന്ന് ലൈവായിട്ട് പറിച്ചെടുത്ത് കൊടുന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ, അപ്പോൾ ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ല, എൻ്റെ മുതലാളിയാന്ന് തോന്നുന്നു. ചേട്ടനവിടെ ഉണ്ട്, നമുക്ക് ചേട്ടനോട് ചോദിച്ചു നോക്കാം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണനാ? വീട് ഇവിടെ തന്നെ അല്ലേ? പുളിയമ്പാറ വീട്. ഇത് നിങ്ങളതാ? എന്തൊക്കെയാ പരിപാടികള്? വാഴയിഞ്ചി വർഷങ്ങളായിട്ട് കൊടുത്ത കർഷകനാണ് അല്ലേ? കാപ്പിയുണ്ട്. ഇപ്പൊ ഇത് മഞ്ഞൾ ഇഞ്ചി പറിച്ചോണ്ടിരിക്കുക. ആ ഭാഗത്തുള്ള മുകളിലേക്കുള്ള അല്ലേ? അതൊക്കെ നിങ്ങളാ? അപ്പൊ നിങ്ങൾ ഇപ്പോഴും അങ്ങനെ ഇറങ്ങി അധ്വാനിക്കുക തന്നെ? ചായ ഉണ്ടോ? ചായ ഉണ്ട്. ഇതൊക്കെ പറിച്ചിട്ട് ഇവിടെ വണ്ടി വന്ന് എടുത്തിട്ട് പോകും അല്ലേ? അപ്പൊ ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നവരാണ്. നിങ്ങളാണ് ഇവർക്ക് സ്ഥിരം ജോലി കൊടുക്കുന്നത്? സ്ഥിരമല്ല, ഇങ്ങനെ ആവശ്യമുള്ളപ്പോ വിളിക്കുന്നു. ശരി. ഇവരിപ്പോ ഇത് പറയ കഴിഞ്ഞല്ലേ? പോകാൻ നോക്കാം. പറ കഴിഞ്ഞ് പോകാൻ നോക്കാം. ഇതാണ് ഇപ്പൊ ഇതിന്റെ കണ്ടീഷൻ. ഇത് ആയില്ലേ? അല്ല, ഇത് ഇപ്പൊ പൊന്തി വരുന്ന ഇഞ്ചിയാണ്. മറ്റേ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ഇഞ്ചി വേറെ, അത് വേറെ തന്നെയുണ്ട്. അതവിടെ കണ്ട കറുപ്പായിട്ട് കാണാൻ അത് പോയ വർഷം ഇട്ട ഇഞ്ചി. ഇതിപ്പോ അതിന് പൊട്ടി വരുന്ന ഇഞ്ചി. ഓ ശരി. ഇത് മൊത്തം വെള്ളം കയറി പോയ കാരണം. വെള്ളം കയറിയതാണ്. എവിടുന്ന്? ഇത് അപ്പുറത്തെ ഇതിൽ പുഴ കയറി വരുന്നുണ്ട്. അതിന് വെള്ളം കൊണ്ട് കയറി അതിങ്ങോട്ട് കയറിയോണ്ട്. അപ്പൊ ഇത് കടാമൂറും ഇതാണ് കഴിഞ്ഞ വർഷത്തെ ഇഞ്ചിയാണത്. പറിക്കാത്ത ഇഞ്ചി. ശരി, പറിക്കാതെ വിട്ടായിരുന്നു അല്ലേ? അതെ, ഇതിൽ ഇച്ചിരി വില കൂടുതൽ കിട്ടും.
വില കൂടുതൽ കിട്ടും. എന്ത് വില കിട്ടും നിങ്ങൾക്കത്? ഇതിപ്പോ 4,300. 4,300 കണക്ക് എങ്ങനെയാ? 60 കിലോ ഇഞ്ചിക്ക് 4,300. 60 കിലോ 60 കിലോക്ക് ഇഞ്ചിക്ക് 4,300. ഈ വെള്ള ഇഞ്ചിക്ക് വന്നിട്ട് 1,500 മുതൽ 1,000 രൂപ കിട്ടും. അത് എവിടെ കൂടുതലായിട്ട് കയറി കൊണ്ടുപോകുന്നു? കേരളത്തിലേക്ക് കൂടുതലായിട്ട് പോകുന്നല്ലേ? കേരളത്തിലേക്ക് പോകുന്നു. ശരി ശരി. അപ്പൊ ഉണ്ണികൃഷ്ണൻ ചേട്ടന്റെ പറമ്പാണിത്. ഇവിടെ പാടം, ഇവിടെ ഇഞ്ചി കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇഞ്ചി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്പുറത്തെ ചാലിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറിയപ്പോ ഇവിടെ ഇതെല്ലാം പറിക്കാതെ വിട്ടതായിരുന്നു അത്ര. ഇപ്പൊ പറിച്ചെടുക്കണവര് അതാണ്. ഇപ്പൊ ഇവരൊക്കെ ഇവിടുത്തെ അവര് ജോലിക്കാരാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരാണ് ഇവിടെ വന്ന് എല്ലാ ജോലിയും ചെയ്യുന്നത്. കള്ളികളൊക്കെ അവിടെ താമസിക്കുന്ന ഇവിടെ അടുത്ത് തന്നെ? ഇവിടെ അടുത്ത് കാപ്പിക്കാട് എന്ന് പറയും. കാപ്പിക്കാട് അല്ലേ? പുളിയമ്പാറ കാപ്പിക്കാട്. പുളിയമ്പാറ കാപ്പിക്കാട്. ഓക്കെ. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നമ്മളിതൊന്നും കാണാതെ എന്താല്ലേ. എന്തായാലും ആ വീതി കുറഞ്ഞ റോഡിലൂടെ നമ്മളെ ഇതിന്റെ അവസാനം വരെ ഒന്ന് പോയി നോക്കാം, നമുക്ക് കാണണമല്ലോ. വഴികളൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. വാട്ടർ ക്രോസിംഗ് ഉണ്ട് ചെറുതായിട്ട്. അവിടെ നമ്മുടെ മീൻ വണ്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് സൈഡാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇവിടെ വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് പുളി കൂടെ പോട്ടെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എൻഡിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. പൂച്ച ടയറിന്റെ അടിയിൽ കയറി. നിങ്ങള് മീൻ മേടിച്ചോ? എന്ത് മീൻ മേടിച്ചു നോട്ടെ? ചെമ്മീന്. എത്ര? 1 കിലോ മേടിച്ചോ? 2 കിലോ മേടിച്ചോ? 1 കിലോ. എത്ര രൂപ? 200. എന്നും മീൻ മേടിക്കുവോ? വീട് എവിടെ? ഇവിടെ തന്നെ വീട്. ശരി. എന്താ കൃഷിപ്പണി? ഓക്കെ ഓക്കെ. നിങ്ങള് ഈ സ്ഥലത്തിന്റെ പേര് കാപ്പിക്കാട്? കാപ്പിക്കാട്. ഓക്കെ ഓക്കെ. പേരെന്താ? രഘു. ഓക്കെ. പണിയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ കഴിഞ്ഞ് നാളെ ഇറങ്ങും. എന്നാ പോയി കുളിച്ച് റെസ്റ്റ് എടുത്തോ. ഭക്ഷണം കഴിച്ചാ? കഴിച്ചല്ലേ? ഇതൊക്കെ ഫോറസ്റ്റ് അല്ല ഇങ്ങോട്ടൊക്കെ? അതിന്റെ മോൾക്ക് ഫോറസ്റ്റ്. ആനൊക്കെ വരില്ലേ? ആന വരും. ഓക്കെ ഓക്കെ. എന്നാ ശരി, ഞാന് മെല്ലെ മുന്നോട്ട് പോയോട്ടെ. ഓക്കെ. ഭയങ്കര വീതി കുറഞ്ഞ റോഡാണ്, പക്ഷെ എന്നാലും റോഡുണ്ട്. എൻ്റെ വരെ നമുക്ക് പോകാൻ പറ്റും. ഇത് അവസാനിക്കുന്നിടത്തോളം നമുക്ക് പോവാം. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിക്കണം. അപ്പോൾ നമുക്ക് ഈ കാപ്പിക്കാട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ സ്ഥലം എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കാണാമല്ലോ. ആടുകൾ മേയുന്നു. നമ്മൾ കോളനി എത്തിയിട്ട് അവിടെയൊക്കെ അവരുടെ കോളനിയാണ് ഈ താമസിക്കുന്ന ട്രൈബൽസ് താമസിക്കുന്ന കോളനി. അപ്പോൾ ഞാൻ വണ്ടി കുറച്ച് പുറകിൽ നിർത്തി. വണ്ടി അതൊരു റോഡുള്ളൂ, റോഡ് അവസാനിച്ചു. വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കണം. ഈ മലഞ്ചെരുവിൽ ചെറിയൊരു കോളനി ഉണ്ട്. കാപ്പിക്കാട് എന്നാണ് ഇതിൻ്റെ പേര്. കാരണം ഇവിടെ മൊത്തം കാപ്പിക്കാടാണ്, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. പിന്നെ ഫോറസ്റ്റാണ് ബാക്കിലേക്കൊക്കെ. അപ്പോൾ കാപ്പിക്കാട് കോളനിയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ മൊത്തം ചീവീടിൻ്റെ കരച്ചിലാണ്.
കയറ്റം കയറി വന്നു. ഇതിന് പുറകോട്ട് അങ്ങോട്ട് കുറച്ച് ദൂരം എസ്റ്റേറ്റ് ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് ഒരു കോളനി. എന്താ ഇവിടെ പഴയ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളതാണ് നമ്മുടെ കാപ്പിക്കാട് കോളനി എന്ന് പറഞ്ഞത്. ഇത് ഒരു മലഞ്ചെരിവിലുള്ള ചെറിയൊരു കോളനിയാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതാണ് കോളനി നിവാസികൾ. എന്താ ചേച്ചിൻ്റെ പേര്? ദിവ്യ. ദിവ്യ ഈ നാട്ടുകാരെയാണ്. ഇവിടെ ഒരുത്തനുണ്ട്, ഇവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത് ഇവനൊന്നും പറയുന്നില്ല. ഇവനാണ് ഭയങ്കര ഡിമാൻഡ്. എന്താ പേര് നിൻ്റെ? വിനു. വിനു. അപ്പോൾ ഇവന് ഇവിടെ ഉള്ളതല്ല അത്ര അല്ലേ, വഴിക്കടവ്. അപ്പോൾ വിനു വഴിക്കടവുള്ളതാണ്. ഇവ ഇങ്ങോട്ട് വിരുന്നിന് വന്നാണ്, ഗസ്റ്റായിട്ട് വന്നതാണ് അല്ലേ, അതിഥിയാണ് ഇവിടുത്തെ. അപ്പോൾ ഞാൻ വന്ന അതിഥീനെയാണ് കണ്ടത്. ഇതാരുടെ വീടാ? മുത്തശ്ശൻ്റെ വീടാ. എന്നൊന്ന് കാണിച്ചായിട്ട് വീട്. അടുത്തത് നമ്മൾ മുത്തശ്ശൻ്റെ ഹോം ടൂറിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. എവിടെ ഉണ്ട്? ആളുണ്ട് ഇവിടെ? ആ, വേറൊരാള് ഉണ്ട്. മുന്നിപ്പോ. അതുപോലെ ഇത് ഒരു ഭയങ്കര പഴയ വില്ലേജ്, പഴയ വീടാണ്. ഗംഭീരനാണല്ലോ. കെട്ടിയിട്ടുണ്ടോ? കെട്ടിയിട്ടുണ്ട്. ചെറിയ അലക് മുടഞ്ഞ ഒരു വീടാണ് കേട്ടോ. അലക് മുടഞ്ഞ് മണ്ണ് തേച്ചിട്ടുള്ള പഴയ ആ കാലത്തെ ട്രൈബൽ കോളനിയിലുള്ള വീടാണ്. പുല്ല് മേഞ്ഞ വീട്. മുകളിൽ പ്ലാസ്റ്റിക് ഇട്ടുണ്ട് ചോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ താഴെ വേറെ വീടുകളുണ്ടോ? ഇവിടുത്തെ മൂപ്പനില്ലേ, മൂപ്പൻ എന്താ പേര് ഇപ്പോൾ പറഞ്ഞല്ലോ അവിടുന്ന്? മാരികൻ. എവിടെ ഉണ്ടോ? അവിടെ ഉണ്ടോ? ആളുണ്ടോ? ആ, ശരി ഓക്കെ. കാണാൻ പറ്റുമോ പോയാൽ? വീട്ടിലുണ്ടോ? താഴേക്കന്നെ ഇറങ്ങി പോണോ? എന്നാ ശരി. വിനു, നീ ഒന്നും നോക്കണം, നടന്നോ. ഇങ്ങോട്ട് വാ, നീ വാ മുന്നിൽ നടക്ക്. ആ പട്ടി കടിക്കുന്നാണ് പറഞ്ഞത്. ഇവനിക്ക് എന്നെക്കാളും പേടി. എന്താ നീ ഇങ്ങനെ? നിന്റെ നാട്ടിൽ നീ ഇങ്ങനെ തന്നെ? മാസല്ലേ? അവന്റെ നാട്ടിൽ അവൻ മാസാണത്ര. നമ്മള് കാപ്പിക്കാട് കോളനിയിലെ മെയിൻ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ആ ഇരിക്കുന്ന ചേട്ടനാണ് നമ്മുടെ എന്താണ് ഇവിടുത്തെ മൂപ്പൻ. മാരികൻ എന്നാണ് പേര് അല്ലേ? ആ, ഓക്കെ. മാരിയൻ എന്നാണ് ഇപ്പോഴുടെ പേര്. ഈ കാപ്പിക്കാട് കോളനീന്റെ ഹെഡാണ് മൂപ്പനാണ്, ഇവിടുത്തെ മൂപ്പൻ അല്ലേ? മൂപ്പൻ. അപ്പോ ഇത് നിങ്ങളെ ഭാര്യ? ഇതോ? അത് എന്റെ മകന്. കുട്ടിയോ? ചെറിയ കുട്ടിയോ? മകന്റെ കുട്ടിയാ? അത് ശരി, മൂത്ത മകന്റെ. ഇപ്പൊ ഇവിടെ നിങ്ങൾ എത്ര വർഷമായിട്ട് താമസിക്കുന്നത്? ജനിച്ച മുതലേ ഇവിടെ തന്നെ? ജനിച്ച പോലെ തന്നെ അല്ലേ? പണ്ട് നിങ്ങൾ എങ്ങനത്തെ വീട്ടിലാ താമസിച്ചിരുന്നു? ആദ്യം പുല്ല് കാട്ടുപുല്ലൊക്കെ സെറ്റി ഉണ്ടാക്കി അങ്ങനെ താമസിച്ചിരുന്നു. പിന്നെ എന്താ വീട് അത് ഒഴിവാക്കി അങ്ങനത്തെ ജീവിതം ഒഴിവാക്കിയത് എന്ന് പറഞ്ഞാൽ ആനയോ ശല്യ, പിന്നെ ഫോറസ്റ്റുകാർ വിടൂല. ഫോറസ്റ്റുകാർ വിടൂല? അതിൽ താമസിക്കാൻ വിടൂല? പിന്നെ ഈ മരമൊന്നും വെട്ടാനും വിടൂല. അപ്പൊ നിങ്ങൾ കുറെ ഉള്ളിലായിരുന്നു താമസിക്കുന്നത്? ഇവിടെ തന്നെ? ഇവിടെ തന്നെ. അന്നത് ഭയങ്കര കാടായിരുന്നു അല്ലേ? പിന്നീട് ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യണ്ടോ അവിടെ? കൃഷി ചെയ്യുന്നുണ്ട്. ആനയൊക്കെ ചെയ്ത് വല്ല കൃഷിയൊന്നും ഇല്ല. പച്ചക്കറി ഒക്കെ വെക്കുന്നുണ്ടല്ലേ? പിന്നെ നെൽകൃഷി ആദ്യം ആ പണ്ടത്തെമാരൊന്നും ഒന്നുമില്ല അല്ലേ? നിങ്ങൾ പുറത്ത് ജോലിക്കൊന്നും പോവില്ല? പുറത്ത് ബാക്കിയുള്ളവരൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്. നിങ്ങള് സ്വന്തമായിട്ട് കൃഷി ചെയ്യണോ അതോ മറ്റുള്ള തോട്ടത്തിൽ കൃഷിപ്പണിക്ക് പോവോ? മറ്റൊരു കാലാബല സെറ്റിന്മാരാ ഇങ്ങനെ കൃഷിപ്പണിക്കൊക്കെ പോകുന്നുണ്ട്. ഞാൻ ബൈക്കിലാ, എനിക്ക് ബൈക്കില. അതുകൊണ്ട് അങ്ങനെ എന്റെ വരുമാനം പറഞ്ഞാല് റേഷനരി ഉണ്ട്. ഇപ്പൊ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ഇതൊരു 10-15 വർഷമായി. 15 വർഷമായിട്ടുള്ളൂ ഈ വീട്ടിൽ താമസം മാറിയിട്ട്? അത് പിന്നെ പുല്ലിപ്പഴ. മൊത്തം എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ താമസം? ഇവിടെ 20 കുടുംബമുണ്ട്. 20 കുടുംബമേ ഉള്ളൂ ഇവിടെ ആകെ? ഈ 20 കുടുംബക്കാർക്കും വീടുണ്ടോ? 20 കുടുംബത്തിന് വീടുണ്ടോ താമസിക്കാൻ? ഇല്ല. എല്ലാവർക്കും വീടില്ല.
അപ്പോൾ ഈ ലൈനിൽ നിന്ന് ഇത് 4 കുടുംബമാണ്, ഒരു 8 കുടുംബം 10 കുടുംബമാണ് ഈ ലൈനിൽ നിൽക്കുന്നത്. മേലെ 4 ഇതാണ് റൂം. അതിൽ വന്നിട്ട് ഒരു 4-5 കുടുംബം അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങള് സാധനങ്ങൾ മേടിക്കാനൊക്കെ കൊണ്ട് പുളിയമ്പാറ പോകും. പിന്നെ അതിലൊക്കെ തുണി മണി അങ്ങനെ കൂടുതൽ പോകും. ഈ റേഷനൊക്കെ പുളിയമ്പാറ റേഷൻ കടയിൽ എന്നിട്ട് വാങ്ങിട്ട് എങ്ങനെ ചുമന്നോണ്ട് വരും അങ്ങോട്ട്? ഓട്ടോറിക്ഷയിലൊന്നും വിളിക്കൂല? അത് പിന്നെ പൈസ ഉള്ളവരൊക്കെ അങ്ങനെ. അവിടെ ഇങ്ങോട്ട് ഓട്ടോറിക്ഷയ്ക്ക് വരാൻ എത്ര പൈസ കൊടുക്കണം? ഇവിടെ വന്നിട്ട് 80 ഉറുപ്പ്യ കൊടുക്കണം. 80 ഉറുപ്പ്യ കൊടുക്കണോ? അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ? 2-3 കിലോമീറ്റർ ഉണ്ടാവും. 3 കിലോ ഉണ്ടാവില്ല. 3 ഉണ്ടാവില്ല. 2 കിലോമീറ്റർ വരാൻ 80 രൂപ. അത് ശരി. ഇവന് കണ്ണനാണ്, കണ്ണൻ അല്ലേ? ഞാൻ വണ്ടി കയറി, വണ്ടി ഇനി റിവേഴ്സിൽ പോകണം പുറകോട്ട്, കാരണം നമുക്കിവിടെ തിരിക്കാൻ പറ്റില്ല, ചെളിയാണ് 2 സൈഡും. അപ്പോ ഞാൻ പോട്ടെ കണ്ണ, ഇനി എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുത്ത് നല്ല ഹാപ്പി ആയിരിക്കും. ഓക്കെ, എന്നാ ശരി കേട്ടോ. ഓക്കെ, ഞാൻ പതുക്കെ റിവേഴ്സിൽ പോവാല്ലേ? ഓക്കെ എന്നാല് ശരി, എന്നാല് ബൈ. നമ്മളിനി റിവേഴ്സിൽ പോകണം. ഞാൻ അങ്ങോട്ട് കുറച്ച് മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല, അപ്പോൾ അവൻ്റെ കൊടുത്തയച്ചു. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ അവിടുന്ന് ഇറങ്ങി. നല്ല മഴ. വണ്ടി ഒരു വിധത്തിൽ താഴേക്കിറക്കി കൊടുന്നു. റിവേഴ്സിൽ വന്നത് താഴത്തേക്ക് നല്ല മഴ പെയ്തു. അതുകൊണ്ട് നല്ല പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. ഇനി നമ്മൾ വന്ന വഴി നേരെ തിരിച്ചു വിടാം. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ അങ്ങനെ അവിടുന്ന് വന്ന് വീണ്ടും പുളിയമ്പാറ അങ്ങാടിയിലെത്തി. നല്ല മഴയാട്ടാ. അപ്പോൾ പുളിയമ്പാറ മഴയിൽ നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ രാജീവ് ഗാന്ധിൻ്റെ ഒരു മെമ്മോറിയൽ ഉണ്ട്. നമ്മുടെ ചേട്ടൻ അതിൽ വിളക്ക് കത്തിക്കാൻ പോവാം. നമ്മൾ രാവിലെ പോകുമ്പോൾ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ, ആ പുള്ളിയൊക്കെയാണ് ഇതിൻ്റെ ആള്. ഈ രാജീവ് ഗാന്ധി മെമ്മോറിയലിൻ്റെ ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഞാനൊരു വിളക്ക് കത്തിക്കുന്ന ഒരു വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരി എടുക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ചാവി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ചേട്ടന് അതിൽ കൂടെ എണ്ണ ഒഴിക്കുകയാണ് അല്ലേ? രാഹുൽ ഗാന്ധി അല്ലേ? രാജീവ് ഗാന്ധി അത് മോനാണ്. മോനെ, ഞങ്ങളൊരു പ്രാർത്ഥിച്ചതും ഞങ്ങൾ രാജീവ് ഗാന്ധിന്റെ മോനാണ്. അത്തൂര് വിശ്വനാണ്. ഏറ്റവും ഞങ്ങളൊരു കോൺഗ്രസിന്റെ ഒരു ആളാണ്. ഏറ്റവും ഞങ്ങളൊരു പണ്ട് കാലം മുതൽ ഞങ്ങളൊരു കോൺഗ്രസിന്റെ ആളാണ്. ജോഷിന്റെ കുഞ്ഞേട്ടന്റെ ജോഷിന്റെ ഗാന്ധിന്റെ മോനാണ്. സോണിയ ഗാന്ധിയാണ്, പ്രിയ ഗാന്ധിയാണ്, രാഹുൽ ഗാന്ധി. ഇതാണ് ഇവിടുത്തെ ചായക്കട. TV ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അവിടുന്ന് പുളിയമ്പാറ നിന്ന് വിട പറഞ്ഞു. അപ്പോഴത്തേക്ക് മഴ നല്ല പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മഞ്ഞ് മൂടി, മൊത്തം മഞ്ഞ് കയറിയിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ തിരിച്ചു പോവാണ്. അപ്പം നമ്മുടെ തേയിലപ്പൊടി, ഊട്ടി വർക്കി, അതുപോലെ തന്നെ കുരുമുളക്, ഈ വക സാധനങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ചോക്ലേറ്റ് കിട്ടും കേട്ടോ ഇവിടെ. ചോക്ലേറ്റ് ഞാൻ പിന്നെ കൂടുതൽ പ്രിഫർ ചെയ്യാത്തത്, കൂടുതൽ ദൂരം അത് പാക്ക് ചെയ്ത് അയക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിക്കുള്ള പാക്കിംഗ് ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ് അവിടുന്ന് പാക്ക് ചെയ്ത് കിട്ടും. നല്ല ഒറിജിനൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ് കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ
ഇപ്പോൾ ഒരു നമ്മളൊരു സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ ഫാക്ടറിയിലൊക്കെ പോയി കണ്ട് അവിടുന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് പോയി വിസിറ്റൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് അവിടുന്നൊക്കെ എടുത്ത് അയക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.